ഇറ്റ്സ് മൈ ബർത്ത്ഡേ ടുഡേ. പണ്ട് 29ാമത്തെ ബർത്ത്ഡേ വന്നപ്പോഴെനിക്ക് മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു. എന്താ പറയുക, 20s കഴിഞ്ഞല്ലോ, 30സിലൊക്കെ കയറിയല്ലോ, അയ്യോ ഒരു വിഷമായിരുന്നു. പക്ഷേ 30ൽ എത്തിയപ്പോഴും എനിക്ക് കുറേ റിയലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാർ, ഐ മീൻ സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, 30കളിലെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് റിയലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ 30സിൽ കിടക്കേണ്ടി വന്നു. നമ്മളങ്ങനെയാണല്ലോ, എന്തെങ്കിലും കാര്യം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ആ സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാവുള്ളൂ. അങ്ങനെ എനിക്ക് കുറേ റിയലൈസേഷൻസ് എൻ്റെ 30സിൽ വന്നിട്ടുണ്ട്. ഒരു മിഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എന്നെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിച്ചു. ഐ മീൻ സെൽഫ് ലവ്. ഇപ്പം ഞാനതാണ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, സെൽഫ് ലവിനെ കുറിച്ച്. അത് എത്രത്തോളം എനിക്ക് മനസ്സിലായ കാര്യം എത്രത്തോളം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇമോഷൻ. നിങ്ങളുണ്ടല്ലോ, 30ലേക്ക് കടക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ 20s കഴിഞ്ഞല്ലോ, നമുക്ക് പ്രായമായി തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. റിയലി നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 30s സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് കുറേ റിയലൈസേഷൻസ് ഉണ്ടാവും. നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങളെ എഫക്റ്റ് എങ്ങനെ ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ എന്താ പറയുക, ഞാൻ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഐ മീൻ എൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തു. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും കൂടെ നമുക്ക് ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യണമെന്ന് പഠിച്ചത് ഞാനിപ്പോഴാണ്. 30സിലേക്ക് കിടക്കുന്ന എല്ലാ യുവതി യുവാക്കൾക്കും എൻ്റെ ആശംസകൾ.